गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम संकल्प प्रभवान् कामान् त्यक्त्वा सर्वान् शेषतः मनसैवेन्द्रियग्रामं विनियम्य समन्ततः शनैः शनैरुपरमेद् बुद्ध्या धृतिगृहीतया आत्मसंस्थं मनः कृत्वा न किञ्चिदपि चिन्तयेत्। तो संकल्प प्रभवान् कामान् सर्वान् अशेषतः त्यक्त्वा, संकल्प प्रभवान् कामान्, സങ്കല്പ പ്രഭവങ്ങളായ കാമങ്ങളെ സർവാൻ എല്ലാത്തിനെയും അശേഷതഃ പൂർണ്ണമായി त्यक्त्वा ഉപേക്ഷിച്ചിട്ട് ഇപ്പൊ സങ്കല്പ പ്രഭവങ്ങളായ കാമങ്ങളെ എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കേണ്ടതാണ്. നേരത്തെ നമ്മൾ വിശദമായി മങ്കി ഗീത ഉദ്ധരിച്ചുകൊണ്ട് തന്നെ സങ്കല്പത്തിൽ നിന്നാണ് കാമങ്ങൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒന്നിനെ കുറിച്ച് കൊള്ളാമല്ലോ എന്നുള്ള സങ്കല്പത്തിൽ നിന്നാണ് അതിൽ കാമം ഉണ്ടാവുക. ഇപ്പൊ നല്ല രൂപം, നല്ല ശബ്ദം, നല്ല സ്പർശം, നല്ല രസം, നല്ല ഗന്ധം, ഏതെങ്കിലും ഒന്ന് എടുത്തോളൂ. ഉദാഹരണത്തിന് നല്ല രൂപം. ഇപ്പൊ നമ്മൾ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നല്ല രൂപം കണ്ടു. കണ്ണുകൊണ്ട് നല്ല രൂപം കാണാൻ പറ്റുമോ? ലോകത്തിൽ ആർക്കും കഴിയില്ല. കണ്ണുകൊണ്ട് രൂപം കാണാനേ കഴിയും. കണ്ണുകൊണ്ട് നല്ല രൂപം കാണാൻ കഴിയില്ല, ചീത്ത രൂപവും കാണാൻ കഴിയില്ല. കണ്ണുകൊണ്ട് രൂപമേ കാണാൻ കഴിയൂ. കണ്ണുകൊണ്ട് കാണപ്പെടുന്ന രൂപത്തിൽ നല്ലതെന്നത് നമ്മളെ സങ്കല്പം കൊടുക്കുന്നതാണ്, ചീത്ത എന്നത് നമ്മുടെ സങ്കല്പം കൊടുക്കുന്നതാണ്. അത് ദേശം, കാലം, വ്യക്തി എന്നിവയ്ക്ക് അനുസരിച്ച് മാറി വരും. അത് ആപേക്ഷികമാണ്. ഒരിടത്ത് നല്ലത് തോന്നിയത് വേറൊരിടത്ത് നല്ലതാവില്ല. ഒരു കാലത്ത് നല്ലതെന്ന് തോന്നിയത് വേറൊരു കാലത്ത് നല്ലതാവില്ല. മാറി വരും. ചിന്തിക്കുക. അപ്പോ നമ്മുടെ സങ്കല്പങ്ങളെ കൊണ്ട് അത് കൊള്ളാം എന്ന് ആദ്യം സങ്കല്പിച്ചു. അടുത്ത ഘട്ടത്തിൽ അത് എനിക്കായാൽ കൊള്ളാമെന്നായി. അതാണ് കാമം. എല്ലാ കാമങ്ങളും സങ്കല്പത്തിൽ നിന്നാണ് ജനിക്കുന്നത്. അല്ലാണ്ട് ഒരു വസ്തു നിഷ്ഠമായി കാമമില്ല. ഒരു കാമവും വസ്തുവിലില്ല. നമ്മൾ മനസ്സുകൊണ്ട് സങ്കല്പിച്ചുണ്ടാക്കുന്നത്. ആ സങ്കല്പം ദേശകാല വസ്തുഭേദങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഒരു സംശയമില്ല. അത് അനേക ദൃഷ്ടാന്തങ്ങൾ വെച്ച് ചിന്തിക്കുക. ഓരോരുത്തരുടെ മനസ്സുകൊണ്ട് മനസ്സിലാവും. നമ്മുടെ സങ്കല്പത്തില് ഏറ്റവും സുന്ദരി ഭഗവതി ശ്യാമ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഏറ്റവും സുന്ദരൻ ഭഗവാൻ കൃഷ്ണൻ എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചു. ഭഗവാൻ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കറുപ്പനാണ്. കറുത്ത വർണ്ണത്തോട് കൂടിയവനാണ് നമ്മുടെ സങ്കല്പത്തിൽ ഏറ്റവും വലിയ സുന്ദരൻ. പക്ഷെ ബ്രിട്ടീഷുകാർ വന്ന് ഭരിച്ചു പോയപ്പോഴത്തേക്കോ വെളുപ്പാണ് സൗന്ദര്യം എന്ന് കണക്കാക്കാത്തത്. അടിമരാജ് ബ്രിട്ടീഷുകാർ ലോകത്തിന്റെ 1/3 ഭാഗത്തും ഭരിച്ചു. അതുകൊണ്ട് തന്നെ വെളുപ്പാണ് സുന്ദരം എന്നൊരു സങ്കല്പം അതിന് ശേഷം വന്നത്. അതിനു മുമ്പുള്ള ഒരു ശാസ്ത്രങ്ങളിലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ചിന്തിക്കുക. അതുപോലെ ദേശത്ത് ഓരോ ദേശത്തിനനുസരിച്ചു, വ്യക്തിക്ക് അനുസരിച്ചു ഒക്കെ മാറി മാറി മാറി.
സങ്കല്പത്തിൽ നിന്ന് സമുദ്ഭവിക്കുന്ന കാമങ്ങളെ മുഴുവനും തന്നെ അശേഷത, ശേഷം വെക്കാതെ പൂർണ്ണമായിട്ട് തിക്ത്വ, അതിക്രമിച്ചിട്ട്. 2, മനസായവ ഇന്ദ്രിയഗ്രാമം സമന്തതഃ വിനിയമ്യ. മനസായവ, മനസ്സുകൊണ്ട്. അവിടെ മനസ്സെന്നുള്ളത് മനസ്സ് ബുദ്ധി എന്ന് വേർതിരിക്കേണ്ടതില്ല, അന്തഃകരണം കൊണ്ടെന്ന് അർത്ഥമെടുത്താൽ മതി. അപ്പൊ നമ്മുടെ അന്തഃകരണത്താൽ ഇന്ദ്രിയ സമൂഹത്തെ, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നീ ഇന്ദ്രിയ സമൂഹത്തെ സമന്തതഃ, എല്ലാ പ്രകാരത്തിലും എല്ലാത്തിൽ നിന്നും വിനിയമ്യ, വിശേഷേണ നിയമിച്ചിട്ട്, നിയന്ത്രിച്ചിട്ട്. അപ്പോ സങ്കല്പപ്രഭവങ്ങളായ കാമങ്ങളെ അതിക്രമിച്ചു, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു, തൻ്റെ നിയന്ത്രണത്തിൽ വെച്ചു. ഇനി എന്ത് വേണം? ശനൈഹി ശനൈഹി, പതുക്കെ പതുക്കെ ഉപരമേത്, പിന്തിരിയൂ. ഇവിടെ പതുക്കെ പതുക്കെ എന്നുള്ളത് തെറ്റിദ്ധരിക്കരുത്. പതുക്കെ പതുക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴൊന്നും നോക്കണ്ട, ഒരു 10 കൊല്ലം കഴിഞ്ഞ് നോക്കാം. വയസ്സായിട്ട് ചെവി കേൾക്കണ്ടാവട്ടെ, അപ്പോൾ കേൾക്കുന്നത് നിർത്താം. കണ്ണ് കാണാനാവട്ടെ, അപ്പോൾ കാണുന്നത് നിർത്താം എന്നുള്ളതല്ല. ധൃതി എത്തിയിട്ടില്ല, ശനൈ എത്തിയിട്ടില്ല. അപ്പോ പതുക്കെ പതുക്കെ എന്ന് പറഞ്ഞാൽ 10 കൊല്ലം കഴിയട്ടെ, 50 കൊല്ലം കഴിയട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കാനല്ല പറയുന്നത്, മറിച്ച് ബലപൂർവകമല്ലാതെ പതുക്കെ പതുക്കെ ശാന്തമായിട്ട്. ഉപരമേ, പിന്തിരിഞ്ഞാൽ. എങ്ങനെ? ധൃതി ഗൃഹീതയാ ബുദ്ധിയ, ധൃതിയെ ഗ്രഹിച്ച, അവലംബിച്ച ബുദ്ധി കൊണ്ട്. ധൃതി 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 എന്നുള്ളതിനിപ്പോ മലയാളത്തില് അർത്ഥം പറയാൻ ഒരു തുല്യമായ വാക്കില്ല. തൻ്റെ ഇടമെന്ന് പറയാം, മനക്കരുത്ത് എന്ന് പറയാം, ധൈര്യം എന്ന് പറയാം, സാവധാനത എന്ന് പറയാം. സാവധാനത, അനേക വാക്കുകളെ കൊണ്ട് പറയാം. ഒറ്റ വാക്കിൽ ധൃതിക്ക് അർത്ഥം പറയാൻ പറ്റില്ല. ഇപ്പോൾ വളരെയധികം രോഗങ്ങൾ വന്നു, അല്ലെങ്കിൽ വലിയ എന്തെങ്കിലും അപകടങ്ങൾ വന്നു, ആകെ തളർന്ന് കുഴഞ്ഞു പോയി, എന്നാലും നമ്മുടെ ആന്തരികമായ ബലം കൊണ്ട് പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതാണ് ധൃതി. അപ്പൊ ധൈര്യത്തെ അവലംബിച്ച, തൻ്റെ ഇടത്തെ അവലംബിച്ച ബുദ്ധി കൊണ്ട്, ഉൾക്കരുത്ത് കൊണ്ട്, അത് വേണം, കരുത്തുള്ള ബുദ്ധി, ധൃതിഗൃഹീതയായ ബുദ്ധി, കരുത്തിനെ സ്വീകരിച്ച ബുദ്ധി, അങ്ങനെയുള്ള ബുദ്ധി കൊണ്ട് വേണം ഉപരമിക്കേണ്ടത്. അല്ലാതെ ദൗർബല്യത്തിൽ നിന്നുള്ള ഉപരതി ഇവിടെ പറഞ്ഞിട്ടില്ല. ഇന്ന് ദഹനശക്തി ഇല്ല, അതുകൊണ്ടൊന്നും ഭക്ഷണം കഴിക്കണില്ല, അല്ലെങ്കിൽ കൈക്ക് ഊക്ക് പോരാ, അതുകൊണ്ട് ഞാൻ തല്ലാൻ പോകുന്നില്ല എന്നുള്ളതല്ല. എല്ലാം ഉണ്ടായിരിക്കെ അതിൽ നിന്ന് പിന്തിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? മനഃ ആത്മസംസ്ഥം കൃത്വ, അങ്ങും ഇങ്ങും ഛിന്ന ഭിന്നമായി ഓടുന്ന മനസ്സിനെ ആത്മാവിൽ ഉറപ്പിച്ചു നിർത്തൂ, സ്വരൂപത്തിൽ ഉറപ്പിച്ചു നിർത്തൂ. ഇതൊക്കെ മുൻപ് പറഞ്ഞതിന്റെ തുടർച്ചയാണ്. കിഞ്ചിതപി ചിന്തയെ, വേറൊന്നും ചിന്തിക്കാൻ പോണ്ട. അപ്പൊ ഇവിടെ ഈ ഘട്ടത്തിൽ എത്തുമ്പോഴത്തേക്ക് വേറൊന്നും ചിന്തിക്കാത്ത അവസ്ഥ എത്തും. പക്ഷെ എങ്കിലും ഗുരുനാഥൻ സൂചന തരികയാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയാലും നിന്നുള്ളിലെ വാസനാജാലങ്ങൾ നിന്നെ ബലപൂർവകം പിടിച്ചു വലിക്കും. അതുകൊണ്ട് കരുതിയിരിക്കുക. നകിഞ്ചിതപി ചിന്തയത്. നോക്കൂ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, ഭാഷ്യമായി പഠിക്കണ്ടോ. സങ്കല്പ പ്രഭവാൻ സങ്കല്പ പ്രഭവ യേഷാം കാമാനാം തേ സങ്കല്പ പ്രഭവാഃ കാമാഃ
താൻ ത്യക്ത്വാ പരിത്യജ്യ സർവാൻ അശേഷതഃ നിർലേപേന കിഞ്ച മനസാ ഏവ വിവേകയുക്തേന ഇന്ദ്രിയഗ്രാമം ഇന്ദ്രിയസമുദായം വിനിയമ്യ വിവേകയുക്തേന നിയമനം കൃത്വാ സമന്തതഃ സമന്താത് ശനൈഃ ശനൈഃ ന സഹസാ ഉപരമേത് ഉപരതിം കുര്യാത് കയാ ബുദ്ധ്യാ കിം വിശിഷ്ടയാ ധൃതിഗൃഹീതയാ ധൃത്യാ ധൈര്യേണ ഗൃഹീതയാ ധൃതിഗൃഹീതയാ ധൈര്യേണ യുക്തയാ ഇത്യർത്ഥഃ. ആത്മസംസ്ഥം ആത്മനി സംസ്ഥിതം ആത്മാ ഏവ സർവം ന തതഃ അന്യത് കിഞ്ചിത് अस्ति इति एवं आत्मसंस्थं मनः कृत्वा न किंचिदपि चिन्तयेत्. एषः योगस्य परमः विधिः. ഇപ്പൊ സങ്കല്പപ്രഭവങ്ങളായ കാമങ്ങൾ ഒരു വിഷയത്തിലും കാമമില്ല. നമ്മളെ മനസ്സുകൊണ്ട് കൊള്ളാലോ എന്ന് സങ്കല്പിച്ച് കാമം ഉണ്ടാക്കുക. അതിന് സങ്കല്പത്തിൽ നിന്നാണ് കാമം ഉണ്ടാവുന്നത്, സങ്കല്പത്തിൽ നിന്നാണ് ദ്വേഷം ഉണ്ടാവുന്നത്, എല്ലാം സങ്കല്പത്തിൽ നിന്നാണ്. ചിന്തിക്കുക. ഒരു വസ്തുവും നല്ലതോ ചീത്തയോ അല്ല, എല്ലാം അപേക്ഷികമാണ്. ഇവിടെ നമ്മളിപ്പോ ദുർഗന്ധം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടെന്ന് വിചാരിച്ചോ, നമുക്കത് അസഹ്യമായിട്ട് അനുഭവപ്പെടുന്നു അതിൻ്റെ ദുർഗന്ധം. എന്നാൽ മഹാദുർഗന്ധമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തിയാലോ അതൊരു പ്രശ്നമാവില്ല നമുക്ക്. ഒരു വേദന സഹിക്കാൻ വയ്യ, അപ്പം അതിനേക്കാൾ വലിയ വേദന അപ്പുറത്തുണ്ടായപ്പോഴോ ഇപ്പം അത് കുഴപ്പമില്ല. എല്ലാം അപേക്ഷികമാണ്. എല്ലാം അപേക്ഷിക്കും. ഇത് കൊള്ളാലോ എന്ന് സങ്കല്പിച്ചു, എനിക്കായാലും കൊള്ളാലോ എന്ന് സങ്കല്പിച്ചു. അങ്ങനെയുള്ളതിന് നേരത്തെ പറഞ്ഞു നത്വാം സങ്കല്പയിഷ്യാമി, നേരത്തെ പറഞ്ഞു നിന്നെ ഞാൻ സങ്കല്പിക്കാൻ പോകുന്നില്ല, തേനമേന ഭവിഷ്യസി, അതുകൊണ്ട് നീ എനിക്കുണ്ടാവില്ല എന്ന് നേരത്തെ പറഞ്ഞു. അപ്പൊ അങ്ങനെ കാമങ്ങൾ, സങ്കല്പപ്രഭവങ്ങളായ കാമങ്ങളെ മുഴുവൻ പരിത്യജിച്ച് അതിക്രമിച്ച് എങ്ങനെ അശേഷതഃ നിർലേപേന, ബാക്കി വെക്കാതെ, പൂർണ്ണമായിട്ട് ബാക്കി വെച്ചാൽ അത് മുളച്ചു പൊന്തി വലുതാവും. പിന്നെ മനസാ ഏവ വിവേകയുക്തേന, വിവേകയുക്തമായ മനസ്സുകൊണ്ട് ഇന്ദ്രിയഗ്രാമം, ഇന്ദ്രിയ സമുദായം, കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് തുടങ്ങിയ എല്ലാ ഇന്ദ്രിയങ്ങളെയും വിനിയമ്യ. ഇന്ദ്രിയ സമുദായം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇവയൊന്നും ഒറ്റയ്ക്കല്ല പ്രവർത്തിക്കുന്നത്, കൂട്ടായിട്ടാണ്. ഒരു വസ്തുവെ നമ്മൾ അറിയുമ്പോൾ അതിന്റെ മണവും പിടിക്കുന്നുണ്ട്, അതിന്റെ രൂപവും കാണുന്നുണ്ട്, അതിന്റെ ശബ്ദവും കേൾക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇന്ദ്രിയ സമുദായം, ഇന്ദ്രിയ കൂട്ടം. അയ്യോ, അത് മുഴുവൻ അങ്ങനെയല്ലേ? ഭാഷ്യത്തിൽ ആദ്യം മൂലത്തിലുള്ള പദം എടുക്കും, എന്നിട്ട് അതിന്റെ അർത്ഥം പറയും, എന്നിട്ട് അതിന് വിശദീകരണം കാണിച്ചാൽ അത് കൊടുക്കും. അത് കഴിഞ്ഞ് അടുത്ത പദം എടുക്കും. അപ്പൊ ഏതാ മൂലത്തിലുള്ളത്? ഇന്ദ്രിയഗ്രാമം. എന്താ അതിന്റെ അർത്ഥം? ഇന്ദ്രിയ സമുദായം. അങ്ങനെയാണ്. വിനിയമ്യ വിശേഷേണ നിയമനം കൃത്വ, വിശേഷമായി നിയമിച്ചിട്ട് എല്ലാ പ്രകാരത്തിലും സമന്ത. കാരണം ഇത് പൊതുവെ ഒന്ന് നിയന്ത്രിക്കുമ്പോൾ വേറൊന്ന് വേറെ വഴിക്ക് കൊടുക്കും. 5 കുട്ടികളെ പിടിച്ച് എടുത്ത് ഇരുത്തുന്ന പോലെയാണ്. ഒന്നിനുമല്ല ഇരുത്തി, 3 ഇരുത്തുമ്പോഴത്തേക്ക് 4-മത്തിനെ പിടിക്കാൻ പോയപ്പോഴത്തേക്ക് ഏവൻ പോയിട്ടുണ്ടാവും. പിന്നെ അവനെ പിടിച്ചോട്ടെ. ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത് തന്നെയാണ് പണി.
അപ്പൊ അവർ പിടിച്ചു കൊണ്ടുവരുന്നതിൽ അർത്ഥമല്ല, അവരെ ഇരുത്താനുള്ള വല്ല വഴിയും നോക്കുക. ഈ നാട്ടിലുള്ള 10 പൂച്ചയെ പിടിച്ചിവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ഒരാൾ പിടിച്ചു, ഒന്നിനെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് മറ്റേ പോയിട്ടുണ്ടോ? അതുകൊണ്ട് പിടിച്ചു കൊണ്ടുവരണ്ട. പിന്നെ എന്ത് ചെയ്താൽ മതി? നല്ലൊരു ഉണക്കമുള്ള ഇവിടുന്ന് വറുത്താൽ മതി. മീൻ ഇട്ട് കൊടുത്താൽ അത് തിന്ന് അതും കൊണ്ട് പോകും. ഉണക്കമുള്ള വറക്കുക. അപ്പൊ എല്ലാം 10 അടിയിരിക്കും. ഒന്നിനെ പിടിച്ചു കൊണ്ടുപോകാം. ഇതാണ് വേണം. അത് തമാശ. എന്താന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഉണക്കമുള്ള എന്താന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഇന്ദ്രിയങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് പലതിന്റെ പിന്നാലെ പോണത്? സുഖത്തിനാണ് പോണത്. ആ പരമമായ സുഖം ഇവിടെ തന്നെ ഉണ്ട് എന്ന് ബോധിപ്പിച്ചാലോ എല്ലാരും ഇവിടെ വന്നിരുന്നോളൂ. ഇത്രയേ ഉള്ളൂ. എല്ലാം ചുറ്റും കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, തൊക്കൊക്കെ. ഇതിനേക്കാൾ കേമായിട്ട് എന്തോ അവിടെ കിട്ടാനുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ശനൈഹി ഉപരമേത്, പതുക്കെ പതുക്കെ സഹസ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോ അന്തര്യോഗത്തിനൊക്കെ വന്നു, ഒരാഴ്ച താമസിച്ചു, വീട്ടിൽ പോയിട്ട് 24 മണിക്കൂർ ജപം, ധ്യാനം, ശാസ്ത്രസ്വാധ്യായം, ഗീത, അത് ഇതെന്താ അത് വട്ടുപിടിച്ചോന്ന് ചോദിക്കും വീട്ടിലുള്ളവർ. 4 ദിവസം കഴിഞ്ഞപ്പോഴോ ഗീതയില്ല, ജപവും ഇല്ല, ഒരു വസ്തുവില്ല. ഇത് അടുത്ത കൊല്ലം നോക്കാം. അങ്ങനെ ആവേശമൊന്നും ആർക്കും വേണ്ട. പലപ്പോഴും അങ്ങനെയാണ്. പ്രകൃതികളുടെ ഭാഷണങ്ങളിൽ ചില പറച്ചിലുണ്ട്. ഞാൻ ദിവസവും ഗീത പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിറ്റത്തെ കൊല്ലം ചോദിക്കല്ല, ഞാൻ ഒരു 2-3 ദിവസമൊക്കെ പഠിച്ചു, പിന്നെന്തായി, പിന്നെ എങ്ങനെയാ നിന്ന് പോയെന്ന് അറിയില്ല. ഇനി എന്താ ഇക്കൊല്ലം തൊട്ട് ഉറപ്പാണ്. അത് വേണ്ട, ക്രമമായിട്ടുള്ളത് മതി, ആവേശമൊന്നും വേണ്ട. എന്നാ സഹസ. സഹസ ഉപരമേതുപരതിം പുര്യാത്, ഉപരമിക്കണം. കയാ, എന്തുകൊണ്ട് ഉപരമിക്കണം? ബുദ്ധി കൊണ്ട്. കാരണം ഇന്ദ്രിയങ്ങളുടെ അധ്യക്ഷൻ മനസ്സാണ്. മനസ്സിനും ഉപരിയായിട്ട് ബുദ്ധിവൃത്തിയാണ്. ആ ബുദ്ധിവൃത്തി കൊണ്ട്, നിശ്ചയാത്മികയായ ബുദ്ധിവൃത്തി കൊണ്ട് വേണം ഉപരമിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കിം വിശിഷ്ടയ, എങ്ങനെയുള്ള ബുദ്ധി കൊണ്ട്? ധൃതി ഗൃഹീതയ, ധൈര്യേണ ഗൃഹീതയ. അവിടെ ഭാഷ്യകാരൻ ഭഗവാൻ പറഞ്ഞത് ധൈര്യം എന്നാണ്, ധൈര്യത്തോടു കൂടി. പക്ഷെ ധൃതി എന്നുള്ളതിന്, ധൈര്യം എന്നുള്ളത് തന്നെയാണ് ശരി, പക്ഷേ ധൈര്യം എന്ന് പറഞ്ഞാൽ തന്നെ മലയാളത്തിൽ അത് പോരാ. മലയാളത്തിൽ പറയുമ്പോൾ അവിടെ തൻ്റെ ഇടം, മനക്കരുത്ത്, ധൈര്യം, എന്തൊക്കെ പറയണോ അതൊക്കെ പറയണം. അത് ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധി കൊണ്ട് ഗ്രഹിച്ച് എന്നിട്ട് എന്ത് ചെയ്യണം? ആത്മസംസ്ഥം മനഃകൃത്വ, മനസ്സിനെ തന്നിൽ ഉറപ്പിക്കുക. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ യോഗസാധനകളിലൊക്കെ വൃത്തി നിരോധമാണ് പറയുക. വൃത്തി നിരോധം കൊണ്ട് കാര്യമില്ല. വൃത്തി നിരോധം ഒരു മാർഗം മാത്രമാണ്. ആ വൃത്തി നിരോധം ചെയ്ത മനസ്സിനെ എവിടെ ഇരുത്തണം? ആത്മാവിരുത്തണം. അവിടെയാണ് യോഗിയുടെ പരാജയം. യോഗിക്ക് അപ്പുറത്തേക്കുള്ള വഴിയില്ല. യോഗി തത്ര ദ്രഷ്ടുഹു സ്വരൂപേ അവസ്ഥാനം എന്ന് പറയുന്നുണ്ട്. ദ്രഷ്ടാവിന്റെ സ്വരൂപത്തിൽ ഇരിക്കുന്നു. പക്ഷെ ദ്രഷ്ടാവിന്റെ സ്വരൂപം എന്താണ്? അത് യോഗശാസ്ത്രം പോരാ. അവിടെ നമ്മൾ യോഗത്തിൽ നിന്ന് വേദാന്തത്തിലേക്ക് വരണം. ഇതൊന്നും ശാസ്ത്രങ്ങൾ വിരുദ്ധങ്ങളല്ല. സാഖ്യമോ യോഗമോ വേദാന്തമോ പൂർവമീമാംസയോ ഒന്നും വിരുദ്ധമല്ല. വിരുദ്ധം എന്നുള്ള കാഴ്ചപ്പാട് നമുക്ക് പാടില്ല. എല്ലാം ഒന്നിൽ നിന്ന് ഒന്നിലേക്ക്, ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് എന്ന് നമ്മളെ ഉയർത്തി പരമമായി അന്വേഷകനും അന്വേഷ്യവും ഇല്ലാത്ത ത്രിപുടിരഹിതമായ ആത്മബോധത്തിൽ ഉറപ്പിക്കുന്നത് വരെ ദർശന ഭൂമികകൾ പോയിക്കൊണ്ടിരിക്കും. അത് ഓരോ ദർശനത്തിൽ നിന്നും നമുക്ക് ഓരോന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ സമ്പന്നനായിട്ടാണ് വേദാന്ത മഹാസൗധത്തിലേക്ക് കയറാനുള്ള പാസ് കിട്ടുക. അല്ലാണ്ട് ചില്ലാനമില്ലാണ്ട് അങ്ങോട്ട് കയറ്റില്ല. വേദാന്തം സമ്പന്നർക്കുള്ളതാണ്.
വേദാന്ത സമ്പന്നർക്കുള്ളതാണെന്ന് പലരും തെറ്റിദ്ധരിച്ച വാക്കാണ്, അല്ലേ? സാധനാ സമ്പത്തി, അതാണ് സമ്പന്നത. ഈ പറഞ്ഞ എല്ലാം വേണം. അങ്ങനെ സമ്പന്നർക്കുള്ളതാണ് വേദാന്തം. അത് തെറ്റിദ്ധരിച്ചാൽ മോശമായി. പണ്ടെന്ന് പറഞ്ഞാൽ 1992 ഇവിടെ അന്തർയോഗത്തിന് നമ്മൾ പലരെ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഒരു ബ്രഹ്മചാരിയെ ക്ഷണിച്ചു. ബ്രഹ്മചാരിയുടെ പേരൊന്നും ചോദിക്കരുത്, പറയുകയില്ല. ആളിപ്പോഴും ജീവനോടുണ്ട്, ഇപ്പോൾ അയാൾ സന്യാസിയാണ്. അപ്പം അയാൾ പറഞ്ഞത്, ക്ഷണിച്ചപ്പോൾ, ഞാൻ വരാം, പക്ഷേ വേദാന്തം സമ്പന്നർക്കുള്ളതാണ്, അതുകൊണ്ട് കാറ് കൊടുത്തയച്ച് അതിൻ്റെതായ ദക്ഷിണയൊക്കെ എനിക്ക് തരുന്ന രീതിയിൽ വന്നാൽ മാത്രമേ ഞാൻ വരുള്ളൂ. അതൊക്കെ ഉണ്ടാവും, ഉള്ള സൗകര്യത്തിന് ഒരു കാറൊക്കെ എന്തായാലും ഉണ്ടാവും, അതൊക്കെ നമ്മൾ ഏർപ്പാട് ചെയ്യാം. എന്നാൽ വരാം. മൂപ്പര് വിചാരിച്ചിട്ടുള്ളത് വേദാന്ത സമ്പന്നർക്കുള്ളതാന്ന് പറഞ്ഞ അർത്ഥം കാറും ഇതൊക്കെയാ മനസ്സിലാക്കിയത്. എന്നോട് പറഞ്ഞ നേരിട്ട്, വേറെ ആരോടുമല്ല, ഒരാൾ മുഖേന പറഞ്ഞൊന്നുമല്ല. അതുകൊണ്ട് അയാളുടെ എനിക്ക് ഇഷ്ടമാണ് നേരിട്ട് പറഞ്ഞതുകൊണ്ട്. അപ്പൊ അന്നത്തെ കാലത്ത് ഒരു കാറ് വിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഇന്നിപ്പോൾ അത്യാവശ്യം നാട്ടിലൊരു പേരും ഒരു ആൾക്കാർ ഇങ്ങനെ ചില്ലാനൊക്കെ തരുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അന്നതല്ല, ഇന്നൊരു കാറ് വിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ വിഷമമാണ്. കാരണം കുറച്ച് ദൂരമുണ്ട്. പക്ഷെ വിളിച്ചു പോയില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കൊടുത്തയച്ചു, അതൊക്കെ ഏർപ്പാട് ചെയ്തു. മൂപ്പര് വന്നു, പ്രസംഗിക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കും. നമ്മൾ ഉറപ്പിച്ച് പറയുന്ന വേദാന്ത സമ്പന്നർക്കുള്ളതാണ്. ആ സമ്പത്ത് എന്താണെന്നുള്ളത് കണ്ടെത്തണം. എന്താണ് ആ സമ്പത്ത്, അതെങ്ങനെ നേടാം? അതുകൊണ്ട് വൃത്തിനിരോധം മാത്രം പോരാ, തഥാ ദ്രഷ്ടു സ്വരൂപ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ് ദ്രഷ്ടാവിന്റെ സ്വരൂപം, ഇത് വേദാന്ത ബോധമാണ്. ആ തന്നിൽ ഉറപ്പിച്ചിട്ട് ആത്മസംസ്ഥം കൃത്വ ന കിഞ്ചിതപി ചിന്തയെ. അപ്പൊ പിന്നെ ന കിഞ്ചിതപി ചിന്തയെ എന്നവിടെ പറയേണ്ട ആവശ്യമില്ല ശരിക്കും. എന്നാലും സാധനാഭ്യാസം ചെയ്യുന്ന ഘട്ടത്തിൽ വാസനാപ്രേരിതമായി ബുദ്ധി അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. ചിലയിടത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരില്ല, അവിടെ ഇരിക്കും. അതുകൊണ്ട് കിഞ്ചിതപി ചിന്തയെ എന്നുള്ള ഉപദേശം ആലിന്യത്തോടു കൂടി ഗുരുനാഥൻ പറയുന്നത്. അതെ, അല്ല, ഇനി പറയാൻ പോകുന്നത് അത് അടുത്ത ശ്ലോകം കഴിഞ്ഞിട്ട് ചോദിച്ചാൽ മതി. ആ ചോദ്യം തത്ര ഏവം ആത്മസംസ്ഥം മനഃ കർത്തും പ്രവൃത്തഃ യോഗി. തത്ര ഏവം ആത്മസംസ്ഥം മനഃ കർത്തും പ്രവൃത്തഃ യോഗി. അവിടെ മനസ്സിനെ ആത്മസംസ്ഥമാക്കാൻ പ്രവർത്തിക്കുന്ന യോഗി. ആത്മസംസ്ഥായിട്ടില്ല, സാധനയാണത്. നേരത്തെ പറഞ്ഞു തം വിദ്യ ദുഃഖ സംയോഗ വിയോഗം യോഗ സംഹിതം എന്നുള്ളതിന് മുകളിലൊന്നും പറയാനില്ല. ഇനി പറയണതൊക്കെ അതിലേക്ക് എത്തിച്ചേരാനുള്ള സാധനയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് സാധനാതലമാണ്. ആ സാധനാതലത്തിൽ പ്രവർത്തിക്കുന്ന യോഗി എന്ത് ശ്രദ്ധിക്കണം? യതോ യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യൈതത് ആത്മന്യേവ വശം നയേത്. യതോ യതോ നിശ്ചരതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തതോ നിയമ്യൈതത് ആത്മന്യേവ വശം നയേത്. യതഃ യതഃ എവിടുന്നാണോ, ഏതേത് കാരണങ്ങളെ കൊണ്ടാണോ
ചഞ്ചലവും അസ്ഥിരവുമായ മനസ്സ് നിശ്ചരതി, പുറമേക്ക് ഓടിപ്പോകുന്നത് ഏതേത് കാരണങ്ങളെ കൊണ്ടാണ്? തതസ്തോ നിയമ്യ, അവിടുന്ന് പിടിച്ചുകൊണ്ട് പോയിക്കോട്ടെ എന്നല്ല, അവിടുന്ന് ഏതേത് നിമിത്തങ്ങളെ കൊണ്ട് പോകുന്നുവോ അവിടുന്ന് അതത് നിമിത്തത്തിന് പിടിച്ചുകൊണ്ട്. ഇതാണ് അഭ്യാസം. ഇവിടെ നേരത്തെ 5 ഇന്ദ്രിയങ്ങളെയും കൊണ്ടുവരാൻ പറഞ്ഞു. 5 കുട്ടികളെ കൊണ്ടുവരുമ്പോഴുള്ള പണി, 5 കുരങ്ങന്മാരെ കൊണ്ടുവരുമ്പോഴുള്ള പണി, അല്ലെങ്കിൽ 5 പൂച്ചകളെ കൊണ്ടുവരുമ്പോഴുള്ള പണി പറഞ്ഞു. ഇതല്ല, ഇത് മനസ്സാണ്, ഇത് ഒറ്റയാളാണ്. അപ്പൊ അതുകൊണ്ട് അതിന് മുകളിൽ ശക്തമായ നിരീക്ഷണം വയ്ക്കുക. അതാണ് നീറ്റ് നടക്കാൻ ജീവമില്ലാത്ത പശു ആയാലും കയറ് പൊട്ടിച്ചോടുന്ന ഓട്ടം കണ്ടില്ലേ? എന്താ അത്, വാലൊക്കെ പൊന്തിച്ച് കുനിഞ്ഞ് ഓടുന്ന ഓട്ടം ഉണ്ട്, കാണാൻ തന്നെ അത് ചന്ത അല്ലേ? എങ്ങനെയാണ് തിരിച്ചു പിടിക്കുക? എങ്ങനെയാ ഓടിച്ചിട്ട് പിടിക്കാം? സാധിക്കില്ല. എന്നാ തിരിച്ചു വരും, അപ്പൊ കെട്ടാം, തിരിച്ചു വരില്ല. ആദ്യം ഒരു വഴിയേ ഉള്ളൂ, അതിനെ പച്ചപ്പുല്ലോ വല്ല പുണ്ണാക്കോ വല്ല കാലിത്തീറ്റയോ യൂറിയയോ ബാക്ടംബോസോ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് ഇങ്ങോട്ട് പോകും. അതേ വഴിയുള്ളൂ, വേറെ വഴിയില്ല. കാലം പിന്നെയും മാറി. ഇപ്പൊ ഇറച്ചി, മീന്, ബിരിയാണി, ഇറച്ചി, മീൻ, ഇതൊക്കെയാണ് പശുവിന് കൊടുക്കുന്നത്. എന്താ മനുഷ്യന്മാർ എന്താ ചെയ്യണമെന്നില്ല. മനുഷ്യനെ ഭ്രാന്തായി. ഇനി ഇവർക്കൊക്കെ എല്ലാവർക്കും ഭ്രാന്താവുമ്പോൾ, അതെ, മനുഷ്യന്മാർക്കൊക്കെ ഭ്രാന്തായി. ഇനി ജന്തുക്കൾക്കും ഭ്രാന്തായി കഴിഞ്ഞാൽ എന്താ ചെയ്യാ? വലിയ സങ്കടം. തമാശയെന്ന് വിചാരിക്കല്ലേ, തമാശയെന്ന് വിചാരിക്കരുത്. അപ്പോ അങ്ങനെ ആകർഷിക്കുക അല്ലാണ്ട് വഴിയില്ല. കാരണം ഈ വെള്ളം കൊടുത്ത്, പുല്ല് കൊടുത്ത്, പിണ്ണാക്ക് കൊടുത്ത് വളർത്തുന്ന പശു എന്തിനാ കയറ് പൊട്ടിച്ചോടിയത്? എന്തിനാണ്? ഇതിനേക്കാൾ സുഖം അവിടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ അതിനേക്കാൾ ഇവിടെ ഉണ്ട് എന്ന് കാണിച്ചിട്ട് കൊണ്ടുവരല്ലാണ്ട് വേറെ വഴിയില്ല, വേറൊരു വഴിയില്ല. അങ്ങനെ മനസ്സിനെ ഏതേത് നിമിത്തങ്ങളിൽ നിന്ന് ചഞ്ചലവും അസ്ഥിരവുമായ മനസ്സ് ഓടിപ്പോകുന്നുവോ അവിടെ നിന്ന് നിയമിച്ച് ആത്മന്യേക വശമായത് ആരിലേക്ക് തന്നെ കൊണ്ടുവരിക, തൻ്റെ സ്വരൂപസ്ഥിതിയിലേക്ക് തന്നെ കൊണ്ടുവരിക. ഇതാണ് സാധന. ഇങ്ങനെ ഒരു 1000 പ്രാവശ്യം ചെയ്യുമ്പോൾ പതുക്കെ ആ സംസ്കാരം ഉണ്ടാവും. ചിലപ്പോൾ 1000 എന്നുള്ളത് 10,000 ആവും, 1,00,000 ആവും, അത് പറയാൻ വയ്യ. ഇത് ഉപാസന തന്നെയാണ്, ധന്യോപാസന. അതിനുള്ള ഉപായങ്ങളൊക്കെ വേണ്ടി വരും. അതാണ് ഈ പച്ചപ്പുല്ല് പിണ്ണാക്കെന്ന് പറഞ്ഞത്. അതിനുള്ള ഉപായേന നിഗൃഹണീയാത് വിക്ഷിപ്തം കാമഭോഗയോഹോ. കാമഭോഗങ്ങളാൽ വിക്ഷിപ്തമായ മനസ്സിനെ ഉപായം കൊണ്ട് നിഗ്രഹിക്കണം. ഉപായം ഇല്ലാണ്ട് നഹി ഉപായം അന്തരേണ ഉഭയപ്രാപ്തി. ഉപായമില്ലാതെ ഉഭയം ഉണ്ടാവില്ല. ഉപായം പ്രയോഗിക്കണം. സാധകന്മാർക്ക് ഉപായ പ്രത്യയം തന്നെയാണ്. വളരെ എന്താ പറയേണ്ടത്, ജന്മജന്മാന്തരകൃതമായ സാധനാ സംസ്കാരത്തോടു കൂടി വരുന്നവർക്ക് അധികം ഉപായ പ്രത്യയത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല. അവർക്ക് ഭഗവത്പ്രത്യയ ജന്മനാ തന്നെ ഉള്ളതായ പ്രത്യയത്തിനനുസരിച്ച് അവർ മുന്നോട്ട് പോയിക്കോളും. കാരണം അത്രയും കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിയുള്ള 99.999% ഉപായ പ്രത്യയമാണ് ആവശ്യം. അത് ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ഉപായം കൊണ്ട് നിഗ്രഹിച്ച് മനസ്സിനെ കൊണ്ടുവരിക. ആത്മന്യേവ വശം നയത് യഥോ യഥോ യസ്മാത് യസ്മാത് നിമിത്താത് ശബ്ദാദേഹേ നിശ്ചരതി നിർഗച്ഛതി സ്വഭാവദോഷാത് മനഃ
ചഞ്ചലം അത്യർത്ഥം ജലം അത ഏവ അസ്ഥിരം തതഃ തതഃ തസ്മാത് തസ്മാത് ശബ്ദാദേഹേ നിമിത്താത് നിയമ്യ തത്തത് നിമിത്തം യാഥാത്മ്യ നിരൂപണേന ആഭാസീകൃത്യ വൈരാഗ്യ ഭാവനയാ च एतत् मनः आत्मनि एव वशं नयेत् आत्मवश्यताम् आपादयेत् एवं योगाभ्यासबलात् योगिनः आत्मनि एव वशाम्यति मनः. അപ്പോൾ ഏതേത് നിമിത്തങ്ങളെ കൊണ്ടാണോ ഇത് പോകുന്നത്, ഏത് നിമിത്തങ്ങളാ? ശബ്ദാദേഹേ എന്ന് പറയുന്ന ഭാഷക്കാരൻ ശബ്ദം തുടങ്ങിയ, ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം, അത് ശബ്ദമാണ്. കേട്ടു, ഇവിടെ അങ്ങനെ സംഗതിയുണ്ട്, അല്ല ഇങ്ങനെ ഒരാളുണ്ട്, ആ അപാരമുണ്ടോ ഇല്ലേ, അപാരസുന്ദരിയാണ് അല്ലെങ്കിൽ അപാരസുന്ദരനാണ്. എന്താ ഈ അപാരസുന്ദരൻ സുന്ദരി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അറിയില്ല. സുന്ദരൻ സുന്ദരി അതിന് വല്ല നിശ്ചിത മാനദണ്ഡമുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇല്ല. ഒരു ദേശത്തുള്ളതല്ല വേറെ ദേശത്ത്, ഒരു കാലത്തുള്ളതല്ല വേറൊരു കാലത്ത്. വലിയ പ്രശ്നമാണ്. അങ്ങനെ പറയപ്പെടുന്ന 1000 സുന്ദരിമാരെ ഒന്നിച്ച് നിർത്തിക്കഴിഞ്ഞാൽ 500 സുന്ദരി ആരാന്ന് ചോദിച്ചാലോ അതിനേക്കാൾ പ്രശ്നം. പക്ഷെ ആകെ ഒരു സുന്ദരിയേ ഉള്ളൂ ചില നാട്ടില്. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, ഒരു ഗ്രാമത്തിൽ ഒറ്റ സുന്ദരിയുള്ളൂ, ആകെ ഒരാളേ ഉള്ളൂ. ഞാൻ എന്താ സ്ഥിതി? ചിന്തിച്ചു നോക്ക, എന്താ സ്ഥിതി? ഇതുപോലെ സുന്ദരന് തിരിച്ചു പറയും. അവനെല്ലാം തികഞ്ഞവനായിരിക്കും, അവനെല്ലാം തികഞ്ഞവനായിരിക്കും. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കുക. ആപേക്ഷികമാണ്. കേട്ടപ്പോൾ കാണാൻ തോന്നി, കണ്ടപ്പോൾ കെട്ടാൻ തോന്നി, കെട്ടി നോക്കുമ്പോൾ കഷ്ടം പൊട്ടുപോയെന്നും തോന്നി. തോന്നലാണ് എല്ലാം എന്നതൊരാശ്വാസമായി. അത് നല്ലതാണ് ആ തോന്നൽ. ആ തോന്നൽ വന്നാൽ രക്ഷപ്പെട്ടു, അതൊട്ട് വരികയില്ല, ബാക്കിയെല്ലാം വരും. കെട്ടി നോക്കുമ്പോൾ കഷ്ടം പൊട്ടുപോയെന്നും തോന്നി, അവിടെ നിൽക്കും ജനങ്ങൾ. അത് പറ്റില്ല. അത് കഴിഞ്ഞാൽ ആനന്ദമായി. തോന്നലാണ് എല്ലാം എന്നത് ഒരാശ്വാസമായി. ഓരോന്ന് കേൾക്കുമ്പോൾ എന്തൊക്കെയാ വർണ്ണനകളിൽ കവികൾ വർണ്ണിക്കണം, ആലോചിച്ച് നോക്കും. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയാ തോന്നണ നമുക്ക് ചിന്തിക്കും. കവികളും വിവാഹ ബ്രോക്കർമാരും അല്ലേ? അതെ, ഈ കവികളും വിവാഹ ബ്രോക്കർമാരുമാണ് ഈ വർണ്ണനയുടെ ഒന്നാം നേതാക്കന്മാർ. അപ്പോ ശബ്ദാദേഹേ നിശ്ചരതി നിർഗച്ഛതി സ്വഭാവദോഷാത്. സ്വഭാവത്തിന്റെ ഒരു ദോഷം കൊണ്ട് അത് സംഭവിക്കുന്നതാണ്. മനഃ ചഞ്ചലം അത്യർത്ഥം. അത്യർത്ഥം ജലം, അത്യർത്ഥം ജലമാണ്. എത്ര ഇളകിക്കൊണ്ടിരിക്കണമെന്ന് പറയാൻ, ഇളകിക്കൊണ്ടേയിരിക്കുകയാണ് മനസ്സ്. ഒരു നിമിഷം നിശ്ചലായി നിൽക്കണില്ല, ഇളകിക്കൊണ്ടേയിരിക്കുന്നു. ഉറങ്ങുന്നവരെ പണി, ഉറങ്ങിയാ പണി നിർത്തുണ്ടോ? സ്വപ്നല്ലേ? ശരി. അപ്പോ ശബ്ദാദേഹേ നിമിത്താത് നിർഗച്ഛതി സ്വഭാവദോഷാത് മനഃ ചഞ്ചലം അത്യർത്ഥം ജലം അതേവ അസ്ഥിരം. അതുകൊണ്ട് തന്നെ അസ്ഥിരമാണ്, ഒരു സ്ഥലത്ത് ഉറച്ചിരിക്കുന്നില്ല, ഇളകിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ളതായ മനസ്സിനെ തസ്മാത് നിമിത്താത്, അതത് നിമിത്തത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട്. എങ്ങനെയാ പിടിച്ചുകൊണ്ടിരേണ്ടത്? നിയമിച്ചിട്ട്. അങ്ങോട്ട് പാടോ, നീ എന്തിനാ അങ്ങോട്ട് പോണത്? നിമിത്തം യാഥാത്മ്യ നിരൂപണേനാഭാസീകൃത്യ.
ഏത് നിമിത്തത്തിലേക്കാണോ പോണത് അതിന്റെ യഥാർത്ഥമായ സ്വരൂപത്തെ ചിന്തിപ്പിച്ചിട്ട് അതിനെ ആഭാസീകൃത്യ, അതിനെ പ്രതിഫലിപ്പിക്കുക, അതിനെ ശരിക്കും നിരൂപണം ചെയ്യിക്കുക. ഇപ്പൊ ശബ്ദം എന്ന് പറഞ്ഞു. അപ്പൊ ശബ്ദത്തിലേക്ക് പോയി. സന്തോഷം, നല്ലത് തന്നെ. ഈ ശബ്ദം എപ്പോഴും ഉണ്ടാകുമോ? ചോദ്യം ഒന്ന്. ഈ ശബ്ദം ആപേക്ഷികമല്ലേ? സ്പർശം, ഈ സ്പർശം എപ്പോഴും ഉണ്ടാവുമോ? ഈ സ്പർശം ആപേക്ഷികമല്ലേ? ഇങ്ങനെ ഓരോന്നിനെയും കുറിച്ച് ഒന്ന് ചിന്തിപ്പിക്കുക. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞു അങ്ങനെ ചിന്തിപ്പിച്ചാൽ അങ്ങോട്ട് പോണ ആള് ഇങ്ങോട്ട് പോരും. കാരണം ഇത് സങ്കല്പിച്ച് അങ്ങനെ കേമത്ര ഇങ്ങനെ കേമത്ര എന്ന് സങ്കല്പിച്ച് വെച്ചിരിക്കുക. അതിനെ പലതിനെയും അഴിക്കണോട്ട് നമുക്ക് ഇഷ്ടമല്ല. പലതിനെയും അഴിക്കണ നമുക്ക് ഇഷ്ടമല്ല. കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിട്ടുള്ളത്. അപ്പോ അതിനെ ശരിക്കും നിരൂപണം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. അതിൽ സംശയമില്ല. അങ്ങനെ ആഭാസീകൃത്യ വൈരാഗ്യഭാവന, അങ്ങനെ വൈരാഗ്യഭാവന നേടിയെടുക്കുക. അത് ഏത് വിഷയമാണോ നമ്മളെ ആകർഷിച്ച് മഥിക്കുന്നത്, അത് എല്ലാവർക്കും ഒന്നായിരിക്കില്ല, പലർക്ക് പലതായിരിക്കും. അത് അത്ഭുതകരമാണ്. തീർത്തും വിഭിന്നമായിരിക്കും ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ. ചിലര് പാട്ട് കേൾക്കാൻ വേണ്ടി പത്നിയെയും ഉപേക്ഷിക്കും, പതിയെയും ഉപേക്ഷിക്കുന്നത് ഇല്ലേ? ഉണ്ട്. പതിയും പത്നിയൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പളാ ഗാനമേള അവിടെ ഇരുന്ന് പിന്നെ മറന്നു ഒക്കെ മറന്നു. വീട്ടിലങ്ങനെ ആള് കാത്തിരിക്കേണ്ടത് എന്നുള്ളത് ഓർമ്മയുണ്ടാവില്ല. വേറൊരാൾക്ക് രൂപമായിരിക്കും, ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അതിന്റെ പിന്നാലെ പോകും. പതിയെ വിറ്റിട്ടും പത്നിയെ വിറ്റിട്ടും കാശുണ്ടാക്കും. കാശുണ്ടാക്കാൻ പത്നിയെ വിൽക്കും, പതിയെ വിൽക്കും. കാശ് എന്ത് കൊടുത്തിട്ടും ആണിനെ നേടും, പെണ്ണിനെ നേടും. ഇത് ആപേക്ഷികമാണ് തീർത്തും. എന്തിലാണ് ഓരോരുത്തർക്കും ശക്തി എന്നുള്ളത് പുറമെ മറ്റൊരാൾക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എന്താണോ അതിനെ നിരൂപണം ചെയ്ത് ആ നിരൂപണം കൊണ്ട് ആഭാസീകൃത്യ വൈരാഗ്യഭാവനയാ. അപ്പൊ എന്തായി? അങ്ങോട്ട് പോയ മനസ്സ് ഇങ്ങോട്ട് പോകും. പ്രദർശ്യതേ വസ്തുവിന് എത്ര ദോഷോ ന തത്ര പുംസോസ്തി പുനഃപ്രവൃത്തി. ഏതൊരു വസ്തുവിലാണോ വിചാരത്തിലുള്ള നിസ്സാരതാബോധം വരുന്നത് അവിടുന്ന് മനസ്സ് ഇങ്ങോട്ട് പോകും. അന്തർമഹാരോഗവതീം വിജാനൻ കോനാമവേശ്യാമപി രൂപിണീം വ്രജേത് എന്നാണ് ശങ്കരാചാര്യ സ്വാമികൾ ചോദിക്കുന്നത്. ഒരു നാട്ടിലൊരു പുതിയ വേശ്യ വന്നിട്ടുണ്ട്. ആപാര സുന്ദരിയാണ്. എന്നാ പൊയ്ക്കളയാ. അങ്ങനെ രണ്ടാള് പുറപ്പെട്ടു പോകുമ്പോഴാണ് ആരോ പറഞ്ഞത്, അന്തർമഹാരോഗവതീസ, അവൾക്ക് എയ്ഡ്സ് ഉണ്ട് കേട്ടോ. ഇപ്പോഴോ വേഗം തിരിച്ചു. അന്തർമഹാരോഗവതീം വിജാനൻ കോനാമവേശ്യാമപി രൂപിണീം വ്രജേത്. അവള് സുന്ദരിയൊക്കെ തന്നെയാണ്, പക്ഷെ അപ്പൊ തിരിച്ചു. ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞ ദൃഷ്ടാന്തം. എയ്ഡ്സ് എന്ന് പറഞ്ഞിട്ടില്ല, അത് നമ്മളിപ്പോ പറഞ്ഞാണ്. അന്തർമഹാരോഗവതി എന്നേ പറഞ്ഞു. അപ്പൊ താല്പര്യം ഏത് വസ്തുവായാലും, അത് ധനമാകട്ടെ, സ്ഥാനമാനങ്ങളാകട്ടെ, ആണാകട്ടെ, പെണ്ണാകട്ടെ, മറ്റേത് വസ്തുക്കളോ ആകട്ടെ, ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. അതിനെക്കുറിച്ച് നിരൂപണം ചെയ്ത് മനസ്സിനെ ആത്മവശ്യതാമാപാതയത് ഏവം യോഗാഭ്യാസ ബലാത്. ഇങ്ങനെ യോഗാഭ്യാസ ബലം കൊണ്ട്, അഭ്യാസബലം ആവശ്യമാണ്. അഭ്യാസം എന്ന് പറഞ്ഞാൽ ആവർത്തനമാണ്. അഭ്യാസം ആവർത്തനം, ആവർത്തിച്ചുള്ള സാധന കൊണ്ട് മാത്രമേ ബലം ഉണ്ടാവുള്ളൂ. അല്ലാതെ ബലം ഉണ്ടാവില്ല. അങ്ങനെ യോഗിനഃ ആത്മനിയേവ പ്രശാമ്യതി മനഃ. അങ്ങനെ യോഗാഭ്യാസം ബലം വന്നു ചേരുമ്പോ ആത്മനിയേവ പ്രശാമ്യതി മനഃ, മനസ്സ് ആത്മാവിൽ തന്നെ പ്രശാന്തമായി തീരും. അങ്ങനെ പ്രശാന്തമായാലോ പ്രശാന്ത മനസംഹേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മബോധമകൽമഷം.
പ്രശാന്ത മനസം ഹ്യേനം യോഗിനം സുഖമുത്തമം ഉപൈതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം. പ്രശാന്ത മനസം ഹി ഏനം യോഗിനം ഉത്തമം സുഖം ഉപൈതി. ഈ പ്രശാന്ത മനസ്കനായ യോഗിയെ ഉത്തമമായ സുഖം പ്രാപിക്കുന്നു. സാമാന്യമായി നമ്മൾ എന്തിനാ നോക്കുന്നത്? സുഖത്തെ നേടാനാണ്. സുഖം നേടാനാണെന്ന് പറയും. സുഖം നേടാനാണെന്ന് പറഞ്ഞതിനെ ശരിക്കും ഭാഷാപരമായി പറഞ്ഞാൽ സുഖത്തെ നേടാനാണ്. മലയാളത്തിൽ പിന്നെ അങ്ങനെ ദ്വിതീയ എടുത്തു പറയാറില്ല. സംസ്കൃതത്തിലാണെങ്കിൽ ദ്വിതീയ എടുത്തു പറയണം. സംസ്കൃതത്തിൽ ദ്വിതീയ എടുത്തു പറയാണ്ടെന്ന ദ്വിതീയാർത്ഥം മനസ്സിലാവും. അപ്പം സുഖം നേടുക എന്ന് പറഞ്ഞാൽ സുഖത്തെ നേടുക എന്നാണ് ശരിക്കും അതിന്റെ വിഭക്തി പരിഭാഷ ചെയ്യേണ്ടത്. അപ്പൊ ഇതിനാണ് മനുഷ്യൻ ശ്രമിക്കുന്നത്, സുഖത്തെ നേടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഇവിടെ പറയാണ് സുഖം അങ്ങോട്ട് തോന്നി തരും. അവൻ അങ്ങോട്ട് സുഖത്തിന് പോണ്ട, പിന്നെയോ സുഖം മുഴുവൻ ഇങ്ങോട്ട് വന്ന് നിറയും. അത് അത് രണ്ടാം അധ്യായത്തിൽ സ്പഷ്ടമാക്കിയിട്ടുണ്ട്. അപൂര്യമാണമജല പ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി തദ്വത് കാമായ പ്രവിശന്തി സർവേ. എല്ലാ കാമങ്ങളും ഇങ്ങോട്ട് വന്ന് നിറയുകയാണ്. നമ്മൾ സാമാന്യമായിട്ട് അത് കിട്ടിയാൽ തിരക്കില്ല, ഇത് കിട്ടിയാൽ തിരക്കില്ല എന്ന് പലതിനെ ആഗ്രഹിക്കുന്നുണ്ട്. വിജ്ഞാനിയിലേക്ക് അതൊക്കെ ഇങ്ങോട്ട് ഒഴുകി വരിക. എന്നെ എടുത്തോളൂ എന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ പ്രശാന്ത മനസ്സം ഹ്യനം, പ്രശാന്ത മനസ്കനായ ഇവനെ ഉത്തമം സുഖം ഉപൈതി, ഉത്തമ സുഖം അവനെ അങ്ങോട്ട് പ്രാപിക്കുന്നു. അവനൊരു സുഖത്തിനെയും തേടിപ്പോണ്ട. അവൻ എവിടെ ഇരിക്കണത് അവിടെ ഇരിക്കുന്നു. ആ ഇരിക്കുന്നിടത്തേക്ക് എല്ലാ സുഖവും അവനിലേക്ക് വന്നു ചേരുന്നു. അതെന്തൊരു സുഖമില്ലേ എന്നാലോചിച്ച് നോക്കൂ. നമ്മൾ കുറച്ച് സുഖം കിട്ടാൻ വേണ്ടി എത്രയാ ഓടുന്നത്, എവിടേക്കാ ഓടുന്നത്? അപ്പോഴാ പറഞ്ഞ സുഖം മുഴുവൻ ഇങ്ങോട്ട് വന്നു ചേരും. എന്തേ വേണ്ടോ? പ്രശാന്ത മനസ്കനാവുക, ശാന്തമായ. ഇവിടെയാണ് ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം വരുന്നത്. കാരണം നമുക്ക് എല്ലാ അശാന്തതയും വരുന്നത് എങ്ങനെയാ? സുഖം തേടിയിട്ടാണ്. സുഖം തേടുമ്പോൾ ആരെങ്കിലും തടസ്സം നിന്നാ ക്രോധായി, ശത്രുത്വമായി. സുഖം തേടുമ്പോൾ അനുകൂലം നിന്നാ മിത്രത്വമായി. അങ്ങനെ ബന്ധുവും മിത്രവുമായി. അതാണ് ഈ പരിവാരം, അതാണ് ഈ സംസാരം. എല്ലാ സുഖത്തിനായിക്കൊണ്ടുള്ള മനുഷ്യന്റെ അന്വേഷണത്തിൽ നിന്നാണ്. അപ്പൊ സുഖം തേടിയിട്ടാണ് നമ്മൾ അസ്വസ്ഥരാകുന്നത്, പ്രശാന്തത ഇല്ലാതാവുന്നത്. എന്നാ പറയാണ്, പ്രശാന്തത വന്നു കഴിഞ്ഞാലോ സുഖം ഇങ്ങോട്ട് വരും. എന്താണ് ഇതിന്റെ വൈരുദ്ധ്യം? കഴിഞ്ഞ ദിവസം ഒരാളൊരു അല്പം ഉണ്ടോ നോക്കട്ടോ, അവിടെ ഇല്ല, അവിടെ ഇല്ല. ഒരാൾ നോട്ടീസ് കണ്ടോ, വൈരുദ്ധ്യാത്മകാത്മീയവാദം. വൈരുദ്ധ്യാത്മകാത്മീയവാദം. അത് തിരക്കാണില്ല. കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. സംഗതി ഇതാണ്. കാരണം എല്ലാതരം അശാന്തതയും ഉണ്ടാക്കുന്നത് സുഖത്തിന് വേണ്ടിയിട്ടാണ്. ആ സുഖം കിട്ടുന്നുണ്ടോ? ഇല്ല. വീണ്ടും വീണ്ടും അശാന്തത വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഖം കിട്ടാൻ വേണ്ടി എന്താ വേണ്ടത്? സുഖം കിട്ടാൻ വേണ്ടി ഇപ്പൊ എന്താ വേണ്ടതെന്ന്? ഒന്നും ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത് തോന്നണ്ടേ? അപ്പൊ പറഞ്ഞോടോ, നീ കല്യാണം കഴിച്ചാൽ സുഖം ഉണ്ടാവും. ഓ, നമുക്ക് കല്യാണം കഴിച്ചു വരാം. കല്യാണം കഴിച്ചപ്പോഴോ അവളെ നോക്കണം. എനിക്ക് ആദ്യം എൻ്റെ അസ്വസ്ഥതയുള്ളൂ. ഇപ്പൊ എന്തായി? രണ്ടാൾ അസ്വസ്ഥത. അപ്പൊ കുറച്ചു കാലം കഴിഞ്ഞാൽ അതൊക്കെ മാറൂടോ. 2 കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ സുഖമായി. പിന്നെ അതിനെ നോക്കണം. അപ്പൊ നോക്കുമ്പോ അത് ഒന്ന് തെക്കോട്ട് ഒന്ന് വടക്കോട്ട്. ഒന്ന് ആലോചിച്ച് നോക്കും. ഇതൊക്കെ തന്നെ മുഴുവൻ വലിയ പ്രശ്നമാണ്. ഇത് കല്യാണം കഴിക്കുന്ന വിഷയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയത്തിലും ഉണ്ടെങ്കിൽ എല്ലാത്തിലും കൂടുതൽ കൂടുതൽ ഊരാക്കുടുക്കിലേക്ക് നമ്മൾ കുടുങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഉത്തമം സുഖം ഉപൈതി ഇങ്ങോട്ട് വന്നു ചേരുന്നു.
എങ്ങനെ എങ്ങനെയുള്ള സുഖം വന്നു ചേരുന്നു? ശാന്തരജസം, രജസ് ഒഴിഞ്ഞ സുഖം, അഴുക്കുകൾ ഒഴിഞ്ഞ സുഖം. രജസ് മാലിന്യം, രജസ് മാലിന്യം, മലിനത. രജസ് രജോ ഗുണ പ്രാധാന്യം, രണ്ടും പറയാം. ഇപ്പൊ രജോ ഗുണത്തിന്റെ തളപ്പ് മുഴുവൻ നീങ്ങിയ സുഖം ഇങ്ങോട്ട് വന്നു ചേരും. അല്ലെങ്കിൽ മലിനത ഇല്ലാത്ത സ്വച്ഛമായ സുഖം. ഏതാ മലിനത ഉള്ളത്? സ്വർഗാദി ലോകങ്ങൾ നേടുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ മലിനത ഉള്ളതാണ്. അതിലൊക്കെ ആപേക്ഷികതയുണ്ട്, താരതമ്യമുണ്ട്, ന്യൂനാധിക്യമുണ്ട്, ഹിംസാദി ദോഷങ്ങളുണ്ട്. എല്ലാം ഇന്ദ്രിയ ഹിംസാദി ദോഷങ്ങളുണ്ട്. സഹി അവിശുദ്ധി ക്ഷയാതിശയയുക്ത. സ്വർഗലോകം തുടങ്ങിയവ പോലും അവിശുദ്ധി, ക്ഷയം, അതിശയം തുടങ്ങിയവ ഉള്ളതാണ്. അതൊന്നും ഇല്ലാത്ത, തന്നിൽ താനായിരിക്കുന്ന, അതാണ് ശാന്തരജസം. ബ്രഹ്മഭൂതം, അഹം ബ്രഹ്മാസ്മി എന്നുള്ളതായ തൻ്റെ പൂർണ്ണാത്മബോധത്തിലുള്ള സുഖം എങ്ങനെയുള്ളതാ? അകൽമഷം, യാതൊരു കൽമഷവുമില്ലാത്ത, യാതൊരു ഹീനതയുമില്ലാത്ത, ദോഷരഹിതമായ സുഖം ഇങ്ങോട്ട് വന്നു ചേരും. ആനന്ദം ആനന്ദം ആനന്ദം. ഇതെന്താ? ശരി ശരി. അപ്പോ പ്രശാന്ത മനസം, പ്രശാന്തം മനഃ യസ്യ സഹ പ്രശാന്തമനഃ തം പ്രശാന്തമനസം ഹി ഏനം യോഗിനം സുഖം ഉത്തമം നിരതിശയം ഉപൈതി ഉപഗച്ഛതി ശാന്തരജസം പ്രക്ഷീണമോഹാദിക്ലേശരജസം ഇത്യർത്ഥഃ. ബ്രഹ്മഭൂതം ജീവന്മുക്തം ബ്രഹ്മ ഏവ സർവം ഇതി ഇത് നിശ്ചയവന്തം ബ്രഹ്മഭൂതം അകൽമഷം അധർമാദിവർജിതം. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായത് വളരെ ശ്രദ്ധേയമായ വിഷയം, സുഖം എന്നുള്ളത് സുഖം വന്നു ചേരും, വന്നു ചേരും. എങ്ങനെയുള്ള സുഖം എന്ന് ചോദ്യം. കർശനമായ ഭാഷാ നിയമങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ, കർശനമായ ഭാഷാ നിയമങ്ങളെ മാറ്റി ഇത് ഛാന്ദസമാണെന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞാൽ അതിനെ വിശേഷിപ്പിക്കുന്നതാകാം ശാന്തരജസം, ബ്രഹ്മബോധം, അകൽമഷം എന്ന്. അങ്ങനെ അതല്ല ആശയം, വേറെ ആശയത്തിലേക്കാണ് പോകുന്നത്. ശ്രദ്ധിക്കുക. കർശനമായ വ്യാകരണ അല്ലെങ്കിൽ ഭാഷാ നിയമങ്ങളെ മാറ്റി ഇത് ഭഗവാൻ പറഞ്ഞതാണ്, വ്യാസഭഗവാൻ എഴുതിയതാണ്, അതുകൊണ്ട് ഛാന്ദസമാണ് എന്നുള്ള നിലയ്ക്ക് അർത്ഥകൽപ്പന ചെയ്യുമ്പോൾ സുഖം എന്നുള്ള പ്രഥമയിലേക്ക് ശാന്തരജസം, ബ്രഹ്മബോധം, അകൽമഷം ഇവയെ അന്വയിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സുഖം വന്നു ചേരുന്നു എന്നർത്ഥം പറയാം. എന്നാൽ ശുദ്ധമായി ഭാഷയിൽ നിലകൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ യോഗിനം എന്നുള്ള ദ്വിതീയയോടാണ് ഇവയെ ചേർക്കേണ്ടത്. ഏത്? യോഗിനം, യോഗിയിലേക്ക്. എങ്ങനെയുള്ള യോഗിയിലേക്ക്? ശാന്തരജസം യോഗിനം, ബ്രഹ്മബോധം യോഗിനം, അകൽമഷം യോഗിനം. അപ്പൊ ഭാഷാപരമായി ശുദ്ധി പാലിച്ചാൽ അങ്ങനെ പറയാൻ പാടുള്ളൂ. ഭാഷാപരമായി ശുദ്ധി പാലിക്കാതെ ഛാന്ദസം എന്ന് അനുവദിച്ചാൽ മറ്റേ സുഖത്തിനോട് ചേർക്കാം.
അല്ലേ പറയാൻ പോണത്. അപ്പൊ ബ്രഹ്മഭൂതനായ യോഗിയെ, അകൽമഷനായ യോഗിയെ, ശാന്തരജസ്സനായ യോഗിയെ ഉത്തമ സുഖം പ്രാപിക്കുന്നു. ഇനി ഉത്തമനും അവിടെ ചേർക്കാം, ഉത്തമനായ യോഗിയെ. അപ്പൊ സാമാന്യ യോഗി അല്ല എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക. അപ്പൊ പ്രശാന്ത മനസ്സും, മനസ്സ് ചഞ്ചലമാണ്, സങ്കല്പ വികല്പാത്മകമാണ്, പലതിന് പിന്നാലെ നെട്ടോട്ടമോടുന്നതാണ്. അങ്ങനെയുള്ളതായ മനസ്സ് ആർക്ക് പ്രശാന്തമായിട്ടുണ്ടോ അവൻ, അങ്ങനെയുള്ള യോഗിയെ, യോഗിനം, യോഗിയെ പ്രാപിക്കുന്നു. എന്ത് സുഖം? സുഖം. എന്ത് സുഖം? ഉത്തമം സുഖം. അല്ലെങ്കിൽ പ്രശാന്ത മനസ്സം യോഗിനം സുഖമുപൈതി. എങ്ങനെയുള്ള യോഗിയെ? ഉത്തമം യോഗിനി, ഉത്തമനായ യോഗിയെ. അപ്പൊ സാമാന്യ യോഗ സാധനാനുഷ്ഠാനവാനല്ല, മറിച്ച് യോഗത്തിന്റെ പരമാവസ്ഥയിലേക്ക് ഉയർന്ന എന്നർത്ഥം വരും. അതെന്താ യോഗത്തിന്റെ പരമാവസ്ഥ? ശാന്തരജസം. എല്ലാ രജസും മാലിന്യങ്ങളും അവിദ്യാദി ദോഷങ്ങളും ശാന്തമായ യോഗി. അവനാരാ? സയോഹവത് വൈ യത് പരമം ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി എന്ന നിലയ്ക്ക് അവൻ ബ്രഹ്മഭൂതനാണ്. ബ്രഹ്മഭൂതം യോഗിനം, ബ്രഹ്മഭൂതനായ യോഗിയെ, അഹം ബ്രഹ്മാസ്മി എന്നുള്ള വൃത്തിയിലേക്ക് ഉയർന്ന യോഗിയെ. എങ്ങനെയുള്ള യോഗിയെ? അകൽമഷം. എല്ലാ മാലിന്യവും ചിത്തദോഷങ്ങളും നീങ്ങി പരിശുദ്ധിയെ പ്രാപിച്ച യോഗിയെ സുഖമുപൈതി. ഇങ്ങനെ തന്നെ പറഞ്ഞോളണം നിർബന്ധമില്ല. അവിടെ സുഖത്തിന്റെ വിശേഷമായിട്ട് അകൽമഷം, ഉത്തമം എന്നിവയെ എടുക്കാം. പക്ഷെ ബ്രഹ്മഭൂതം, ശാന്തരജസം എന്നിവ എടുക്കാൻ പറ്റില്ല ഭാഷാപരമായിട്ട്. കാരണം അത് ദ്വിതീയയിലേ എടുക്കാൻ പറ്റും, മറ്റത് പ്രഥമയിലും എടുക്കാം, നപുംസകലിംഗത്തിൽ. അതുകൊണ്ടാണ് ഭാഷാപരമായ നിഷ്കർഷ പുലർത്താതെ ഛാന്തസത്വാത് സാധു എന്ന നിലയ്ക്ക് അർത്ഥമെടുത്താൽ ഉത്തമം സുഖം എന്നുള്ള പ്രഥമാർത്ഥത്തിൽ ശാന്തരജസം, ബ്രഹ്മഭൂതം എന്നീ ദ്വിതീയകളെ മാറ്റി എടുക്കാം. ശരി. പ്രശാന്ത മനസ്സും പ്രശാന്തം മനോയസ്യ സ പ്രശാന്ത മനഃ. പ്രശാന്തമായ മനസ്സോട് കൂടിയവൻ തം പ്രശാന്ത മനസ്സും അവനെ ഹി ഏനം യോഗിനം, അങ്ങനെയുള്ള യോഗിയെ സുഖം ഉത്തമം നിരതിശയം ഉപൈതി ഉപഗച്ഛതി. വ്യക്തമാണല്ലോ. ശാന്തരജസം പ്രക്ഷീണ മോഹാദി ക്ലേശരജസം, പ്രക്ഷീണ മോഹാദി ക്ലേശ രജസം, മോഹം തുടങ്ങിയ സകല ക്ലേശങ്ങളും ആരിൽ നിന്ന് പ്രകർഷേണ ക്ഷീണമായിരിക്കുന്നു അവൻ. ഇതൊക്കെയാണ് രജസ്. എന്തൊക്കെയാ രജസ്? മോഹാദി ക്ലേശങ്ങളാണ് രജസ്. കാമക്രോധ ലോഭ മോഹമത മാത്സര്യാദി, ഹിംസ, ഡംബ്, അസൂയ, പാരുഷ്യ അങ്ങനെയുള്ള ചിത്തദോഷങ്ങളൊക്കെ, ഇതൊക്കെ നീങ്ങിയ, അങ്ങനെയുള്ള അഴുക്കുകളൊക്കെ നീങ്ങിയ യോഗിയെ പ്രാപിക്കുന്നു. ബ്രഹ്മഭൂതം ജീവൻ മുക്തം, ജീവൻ മുക്തനെ പ്രാപിക്കുന്നു. അവൻ ജീവൻ മുക്തനായി, ബ്രഹ്മഭൂതനാണ്, അഹം ബ്രഹ്മാസ്മി എന്നുള്ള വൃത്തിയിൽ ഉറച്ചവനാണ്. അവനെ പ്രാപിക്കുന്നു സുഖം. സാമാന്യ ലൗകികന്മാര് സുഖത്തെ തേടി പോകുന്നു, യവനെ സുഖം ഇങ്ങോട്ട് വന്ന് പ്രാപിക്കുന്നു. അവൻ സുഖിയൻ അല്ലേ? അതെ, ചിന്തിക്കുക. സർവം ബ്രഹ്മേവ സർവം ഇത്യേവം നിശ്ചയവന്തം, സർവം ഖലു ഇദം ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി എന്നുള്ള നിശ്ചയത്തോടു കൂടിയവനെ സകല സുഖങ്ങളും വന്ന് പ്രാപിക്കുന്നു. അവൻ സുഖം തേടി പോകുകയല്ല. ആനന്ദം ആനന്ദം ആനന്ദം. ഏതസാമഗായനാസ്തേ അവൻ ഈ പാട്ടും പാടിയിരിക്കുക. എന്താ പാട്?
അത്ര അതാണ് എൻ്റെ പാട്ട്. ശരി, ഉത്തമം സുഖം എന്ന് പറഞ്ഞ ആനന്ദമാണല്ലോ. അതന്നെയല്ലേ ഇപ്പൊ ഇത്ര പറഞ്ഞത്. ഈ ഇത്രയും നേരം പറഞ്ഞ അത് തന്നെയാണ്. അപ്പൊ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. അതന്നെയാണ് ഉത്തമം എന്ന് വിശേഷിപ്പിച്ചത്. ആ, ബ്രഹ്മഭൂതം ജീവൻ മുക്തം ബ്രഹ്മയേവ സർവമിത്യേവം നിശ്ചയബന്ധം ബ്രഹ്മഭൂതം അകൽമഷം അധർമാദിവർജിതം യോഗിനം. അധർമാദിവർജിതം യോഗിനം. സകല അധർമ്മങ്ങളും മാലിന്യങ്ങളും ഒഴിഞ്ഞുപോയ യോഗിയെ ഈ സുഖം അങ്ങോട്ട് പോയി പ്രാപിക്കും. നമ്മൾ എന്തിനെ തേടിയാണോ അലയുന്നത് അത് മുഴുവൻ യോഗിയെ തേടി ഇങ്ങോട്ട് വരണോ. എന്തൊരു സുഖമാണ്. എന്തുണ്ടാവുന്നില്ല. അതുകൊണ്ട് ഇതിപ്പോ ആരോടാ പറയണത്? യോഗി പദത്തെ കേൾക്കാൻ നിൽക്കുന്നുണ്ടോ? ശ്രീകൃഷ്ണൻ ശ്രീമദ് ഭഗവത്ഗീത ഉപദേശിക്കാൻ പോകുന്നു, എല്ലാവരും വരൂ കേട്ടോളൂ എന്ന് പറഞ്ഞാൽ ഈ ബ്രഹ്മനിഷ്ഠൻ ഉപദേശം കേൾക്കാൻ പോകുന്നുണ്ടോ? ചിലപ്പോ പോയിക്കൂടാന്നില്ല, പോകരുതൊന്നുമില്ല. അത് കേട്ടാൽ അയാൾക്ക് പുതുതായിട്ടൊന്നും നേടാനില്ല. ഒരു സന്തോഷം, കേൾക്കണമെന്ന് കേൾക്കുമ്പോ ഒരു സന്തോഷം, അറിയണമെന്ന് കേൾക്കുമ്പോ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഈ പറയണത് വിജ്ഞാനിയോടല്ല, മറ്റേ ആളതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാ. കാരണം നീ എന്തിനു വേണ്ടിയിട്ടാ അലയുന്നത്? സുഖം തേടിയിട്ട്. നിനക്ക് സുഖം കിട്ടിയോ? ഇല്ല. എന്നാ അതാ ഉത്തമ സുഖം ഇങ്ങോട്ട് വരണോ എന്ന് പറഞ്ഞാൽ ആ വഴിക്കൊന്ന് പോയി നോക്കൂലേ? അതിന് വേണ്ടിയിട്ടാണ്. ഒരു 10,000 ആതിഥേയർ ഒന്നായി വരുന്നത് പോലെ വരും വിവേകവൃത്തി എന്ന് പറയണത്. ആ 10,000 ആതിഥേയർ വന്ന വിവേകവൃത്തി ഉദിച്ചാലോടാണോ? അയാളത് കേൾക്കാൻ പോണില്ല. അല്ല, കേൾക്കാൻ പോയാലോ സന്തോഷം, അത്രയേ ഉള്ളൂ. കേൾക്കാൻ പോയില്ല എന്ന് നിയമമൊന്നുമില്ല. എല്ലാവർക്കും കേൾക്കാം, ആനന്ദമാണ്. പറയുന്നത് സുഖം, കേൾക്കണ സുഖം, പറയണ സുഖം ഉണ്ടാവും. ഇന്നലെ ഊണ് കഴിച്ചോ? എന്തുകൊണ്ടാ ഊണുണ്ടാക്കി ചോറുണ്ടാക്കിയത്? അരിയുണ്ട്. ഇന്നിപ്പോ കഴിക്കാൻ പോകണ്ടോ? എന്തുകൊണ്ട്? അരിയുണ്ട്. നാളെയോ? അതും അരിയുണ്ട്. മറ്റന്നാളോ? അതും അരിയുണ്ട്. സുഖമില്ലേ? ഇന്നാളെ സുഖം ഉണ്ടായി, ഇന്നിപ്പോ അത് കഴിക്കില്ലേ? അങ്ങനെ ഉണ്ടോ? ബ്രഹ്മവിദ്യ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കും തോറും ആനന്ദം, കേൾക്കും തോറും ആനന്ദം, പറയും തോറും ആനന്ദം. ഇത്രയേ ഉള്ളൂ. ലൗകികമായിരിക്കുന്നത് പറയുമ്പോൾ ഒരു സുഖം, പറഞ്ഞുകൊണ്ടിരുന്നാലോ പിന്നെ സുഖമില്ല. ഇഷ്ടപ്പെട്ടൊരു നോവല് 2ാമത് വായിച്ചു, സന്തോഷം. 3ാമത് വായിച്ചു, തിരക്കേടില്ല. 4ാമത് വായിച്ചു, വേണ്ട. ഒന്നും കൂടി വായിച്ചോളൂ, വേണ്ട. ഇതെന്നും പുതിയത്. കാരണം ഇത് തന്നെ കൊണ്ടാ പറയണത്, തന്നെ കൊണ്ടാണ്. മറ്റുള്ളവരെ ഫോട്ടോ എടുത്താലൊക്കെ ചിലപ്പോൾ മടിയുണ്ടാവും. സെൽഫി എത്ര എടുത്താലും മടിയില്ല. തിരിഞ്ഞെടുക്കുക, മറന്നെടുക്കുക. കാരണം അവനവൻ തന്നെയാണ് അവിടെ വിഷയം. അത് കാണാനൊരു സുഖം. ഇല്ലേ? അല്ല, എന്നെ തന്നെ കാണാനൊരു സുഖം. പിന്നെയും കാണാൻ മടുക്കണില്ല. എന്നെ കണ്ടിട്ട് എന്നെ പറ്റി കേൾക്കാനും സുഖം. അമ്പട ഞാനേ എന്താ എന്തൊക്കെ ഞാൻ മോശക്കാരനാ? അതാ മനസ്സിലാക്കട്ടെ. ആ, 6ാം അധ്യായം മാത്രമേ ഉള്ളൂ ഗീത. പിന്നെന്താ 4ാം അധ്യായത്തിൽ പറഞ്ഞില്ലേ? 4 തുടർച്ചയല്ലേ 5? ഇവിടെ ചോദ്യം ഇതാണ്. ഇവിടെ സാധനാനുഷ്ഠാനം ചെയ്യുന്ന തലമാണല്ലോ നാം ചർച്ച ചെയ്യുന്നത്. ഇത്രയ്ക്കൊക്കെ പറഞ്ഞെങ്കിലും ശ്രവണം ചെയ്യുന്നതിനെ കുറിച്ച് ഇവിടെ പറയുന്നില്ലല്ലോ എന്നാണ് ചോദ്യം. അതിന് മറുപടി ഇത് 6ാം അധ്യായം നമ്മൾ പഠിക്കുന്നു എന്നേ ഉള്ളൂ. ഗീത പഠിക്കുന്ന ആള് 4 കഴിഞ്ഞിട്ടാണ് 5 പഠിക്കുന്നത്. 4-ൽ വ്യക്തമായി ശ്രവണം പറഞ്ഞിട്ടുണ്ട്, മനനം പറഞ്ഞിട്ടുണ്ട്. ഗീത 18 അധ്യായമുള്ള ശാസ്ത്രമാണ്. ഇത് കുഴപ്പം നമ്മൾ ചെയ്യുന്നതാണ്. ഓരോ അധ്യായം എടുത്ത് പഠിക്കുന്നതാണ് കുഴപ്പം. പക്ഷെ അങ്ങനെ അല്ലാണ്ട് പഠിക്കാൻ പറ്റുമോ?
അത് ചേർത്ത് വെക്കണം നമ്മൾ. അല്ലാതെ ഇതെന്താത് ഒരാള് പറഞ്ഞു നാളെ നിനക്ക് കറി അവിയലുണ്ടാക്കി തരാം, നോക്കുമ്പോൾ ഒരു 10-12 പ്ലേറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നിൽ കുറച്ച് ചേനയുടെ കഷ്ണം വേവിച്ചിട്ട്, വേറൊന്നില് കുറച്ച് കായ വേവിച്ചിട്ട്, ഇല്ലേ അവിയലാവുമോ? സ്വാമി ഒരു കാര്യം ചെയ്തോളൂ, എല്ലാം കൂടി അവിടെ ഒഴിച്ച് ഇളക്കിക്കോളും, അവിയലാവും. ആവുമോ? ആവില്ല. അപ്പൊ ഓരോ അധ്യായം പഠിക്കേണ്ടത് അപകടമാണ്. അറിയാത്തോണ്ടല്ല, അങ്ങനെയല്ലേ പറ്റൂ. ആ സൂത്രമുണ്ട്. ആ സൂത്രമാണ് 1 മുതൽ 18 ചേർന്നാലേ ഗീതയാവൂ എന്ന ബോധം. ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഇല്ലെങ്കിൽ വിരുദ്ധം വരെ ഉപദേശിക്കേണ്ട ഭഗവാൻ. സാഖ്യയോഗൗ പൃഥക് ബാലാഃ പ്രവദന്തി ന പണ്ഡിതാഃ. മഹാബദ്ധാണ്, പോട്ടത്തരാണ്. അത് മാത്രം എടുത്ത് പഠിച്ചാൽ ഇങ്ങനത്തെ കള്ളത്തരം ഭഗവാൻ പറയാൻ പാടുണ്ടോ എന്ന് നമുക്ക് തോന്നും. പക്ഷെ മൊത്തം പഠിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. അത് ശ്രദ്ധിക്കണം. ശരി. ബ്രഹ്മഭൂതം ജീവൻ മൊത്തം ബ്രഹ്മയേവ സർവമിത്യേവം നിശ്ചയബന്ധം ബ്രഹ്മഭൂതം അകൽമഷം അധർമാതിവർജിതം. ഇങ്ങനെ ഉള്ള യോഗി. എങ്ങനെയുള്ള യോഗി? യുഞ്ജന്നേവം സദാത്മാനം യോഗി വിഗത കൽമഷഃ സുഖേന ബ്രഹ്മ സംസ്പർശം അത്യന്തം സുഖമശ്നുതേ. യുഞ്ജന്നേവം സദാത്മാനം യോഗി വിഗത കൽമഷഃ സുഖേന ബ്രഹ്മ സംസ്പർശം അത്യന്തം സുഖമശ്നുതേ. ഏവം സദാ ആത്മാനം യുഞ്ജൻ യോഗി. ഇപ്രകാരം എപ്പോഴും ആത്മാവിനെ യോജിപ്പിക്കുന്നവനായ യോഗി, ആത്മവിഷയകമായ സാധനാനുഷ്ഠാനം ചെയ്യുന്നവനായ യോഗി, വിചാരനിരതനായിരിക്കുന്ന യോഗി. എപ്പോ? സദാ. എങ്ങനെ? ഏവം ഇപ്രകാരം. എപ്രകാരം? അത് മുഴുവൻ പഠിച്ച പോലെ, നമ്മൾ തുടക്കം തൊട്ട് പഠിച്ച പോലെ. അതൊന്നും കൂടി പറഞ്ഞൂടെ? അത് പിന്നെ പറഞ്ഞത് തന്നെ അത്രയേ ഉള്ളൂ. ഏവം. ഇവിടെ ഈ ഹാളിൽ വെച്ച് ഉത്തമനായ ഒരു ശിഷ്യനുണ്ട്, ഏറ്റവും ഉത്തമനായ ശിഷ്യൻ. അവൻ ഈ പറയണത് മുഴുവൻ പിടിക്കുന്നുണ്ട്, ഒരു വാക്ക് വിടാതെ. അത് യൂട്യൂബിൽ അദ്വൈതം ആശ്രമം ചാനലിൽ അപ്ലോഡ് ചെയ്യും. അത് വീണ്ടും ഒരു 10 പ്രാവശ്യം കേട്ടാൽ ശരി, ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് വീണ്ടും ഒന്നും കൂടി പറയൂ ഏവെന്ന് പറഞ്ഞാൽ അത് അപ്രകാരം. എപ്രകാരം? ചാനലിൽ പറയണ പോലെ. അല്ലാണ്ട് എന്താ ചെയ്യാ? അപ്പൊ യുഞ്ജന്നേവം സദാത്മാനം യോഗി വിഗത കൽമഷഃ. കൽമഷം ഒഴിഞ്ഞവൻ. നേരത്തെ പറഞ്ഞു അകൽമഷം യോഗിനം. അത് തന്നെ വീണ്ടും പറയേണ്ട ആവശ്യമില്ല. അകൽമഷനായ യോഗിയെ, ശാന്തരജസനായ യോഗിയെ എന്നൊക്കെ നേരത്തെ പറഞ്ഞു. അത് തന്നെ അകൽമഷഃ യോഗി. സുഖേന, അനായാസേന, എളുപ്പമായിട്ട്, സുഖേന, സുഖമായിട്ട്, അത്യന്ത സുഖമായിട്ട്, ഒരു വിഷമവും ഇല്ല. ബ്രഹ്മസംസ്പർശം അശ്നുതേ. ബ്രഹ്മസംസ്പർശം. ബ്രഹ്മസംസ്പർശം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ബ്രഹ്മവുമായിട്ടുള്ള സംസ്പർശം, സംസ്പർശിക്കപ്പെടേണ്ടത് അന്യമാണോ എന്നൊന്നും ചിന്തിക്കരുത്. അന്യമായതിനല്ലേ സ്പർശിക്കാൻ പറ്റൂ? അങ്ങനെയല്ല. ലക്ഷണൈകത്വം കൊണ്ട് ഞാൻ തന്നെയാകുന്നു എന്നുള്ളതായ ആ ബോധത്തിൽ നിന്നുണ്ടാവുന്ന സുഖം അശ്നുതേ, നേടുന്നു. നോക്കൂ, ഇത് എത്ര ശ്ലോകങ്ങളിലായി സുഖം നേടുന്നു, സുഖം നേടുന്നു, സുഖം നേടുന്നു പറയുന്നത്. എന്തിനാത്? കാരണം എല്ലാവരും സാമാന്യമായിട്ട് അന്വേഷിക്കുന്നത് സുഖാണ്. അത് പൂർണ്ണമായി നേടുന്നു എന്ന് ഉറപ്പ് ഇതുവരെ വേറെ എവിടുന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ഉണ്ടോ? ഇല്ല. അമ്മ പറഞ്ഞു ഇത് കഴിച്ചാൽ സുഖം ഉണ്ടാവും മോനെ. ഉറപ്പാണ് അമ്മേ? അല്ല, ഉണ്ടാവുന്നേ ഇല്ലേ? അത്രയല്ലേ അമ്മയ്ക്ക് പറയാൻ പറ്റൂ?
ഇത് ചെയ്താൽ സുഖം ഉണ്ടാവും എന്ന് പറയുന്നു. ഉണ്ടാവുമോ? ഉണ്ടാവാം, അത്രയേ ഉള്ളൂ. നിനക്കുണ്ടായിട്ടുണ്ടോ? അപ്പോഴോ വലിയ പ്രശ്നമാണത്. മനസ്സിലായില്ല? കണ്ടാൽ, കേട്ടാൽ, രുചിച്ചാൽ, മണത്താൽ, സ്പർശിച്ചാൽ ഇതിനൊക്കെ സുഖം തേടിയാ നമ്മൾ പോണത്. അവിടെ ലോകത്തിൽ ഇന്നേ വരെ ആരും എനിക്ക് പൂർണ്ണ സുഖമായി എന്ന് പറഞ്ഞത് കേട്ടിട്ടില്ല, ഇന്ന് വരെ. പിന്നെയും സുഖത്തിന് തേടിക്കൊണ്ടേയിരിക്കുകയാണ്. ഏതാ അവിടെയാണ് വേദാന്ത ശാസ്ത്രം ആവർത്തിച്ച് പറയണത് സുഖം ലഭിക്കുന്നു. ലഭിക്കാം എന്നല്ല, ലഭിച്ചേക്കാം എന്നല്ല, സംശയമില്ല. ഭാഷയിൽ ലഭിക്കുന്നു. അതൊരു ആവർത്തിച്ച് പറഞ്ഞത് കേട്ടാലെങ്കിലും നമ്മൾ ആ വഴിക്കൊന്ന് പോണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്ര വേറെ എവിടെ കിട്ടും സുഖം? കേൾക്കാൻ തന്നെ ഒരു സുഖമാണ്. അതല്ലേ, കേൾക്കാൻ തന്നെ ഒരു സുഖമാണ്. സുഖം കിട്ടും, സുഖം കിട്ടും, കിട്ടാന്നല്ല, കിട്ടിയേക്കാന്നല്ല. മറ്റതിലൊക്കെ അത്രേ പറയാൻ പറ്റൂ. ഈ ഗുളിക കഴിച്ചോളൂ സ്വാമി, സുഖം ഉണ്ടാവും. ഉറപ്പുണ്ടോ ഡോക്ടറെ? അല്ല, ഉറപ്പില്ല, കഴിച്ചു നോക്കൂ, അത്രല്ലേ ഉള്ളൂ, അല്ലേ? ഈ കഞ്ചാവൊന്ന് വലിച്ചോളൂ, എന്തിനാ സ്വാമി? സുഖം ഉണ്ടാവും. ഉണ്ടാവുമോ? ഉണ്ടാവാം, അത്രേ ഉള്ളൂ. ഉറപ്പ് പറയാൻ പറ്റുമോ? ഈ മദ്യം കുടിച്ചോളൂ കുറച്ച്, എന്താ വേണ്ട? എന്തിനാണ്? സുഖം ഉണ്ടാവും സ്വാമി. ഉറപ്പാണോ? ഉറപ്പൊന്നുമില്ല, ഉണ്ടാവാം, കുടിച്ചു നോക്ക്, അത്രേ ഉള്ളൂ. ഉറപ്പില്ല. ഇവിടെ അതല്ല, ഇത് ഉറപ്പാണ്. ഇത് ഉറപ്പാണത്, യാതൊരു സംശയമില്ല. ഇത്ര ഉറപ്പിച്ച് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മടിച്ചു മറച്ചും നിൽക്കുന്നത്? എന്തുകൊണ്ട് വേദാന്ത മഹാസൗധത്തിലേക്ക് കയറുന്നില്ല? അല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. വലിയ കഷ്ടമാണ് ആലോചിച്ച് കഴിഞ്ഞാല്. നമുക്കൊക്കെ വിവരമുണ്ട് നമ്മൾ പറയും, നമുക്കൊക്കെ വിവരം ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. എത്ര പ്രാവശ്യമാണോ സുഖം കിട്ടും, സുഖം കിട്ടും, സുഖം കിട്ടും. അപ്പോ അനായാസേന സുഖേന സുഖം അശ്നുതേ. നോക്കണം, ഇത്യാദി പറഞ്ഞാൽ വീട്ടിൽ പറയുന്നതിന് പറയുക സുഖേന സുഖം, സുഖമായിട്ട് സുഖം കിട്ടുന്നു. മറ്റൊരു സുഖം കിട്ടാൻ വേണ്ടിയാണ് എല്ലാ ദുഃഖവും. ഓരോരുത്തർ പറയാറുണ്ട്, ഓ ഞാനെത്ര കഷ്ടപ്പെട്ടിട്ടത് നേടിയെന്നറിയോ, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാനിത് നേടിയത് എന്നൊക്കെ പറയാറില്ലേ? ഇതല്ല, സുഖേന സുഖം. സുഖമായിട്ട് സുഖം കിട്ടുന്നു. മറ്റതൊക്കെ ദുഃഖമായിട്ട് സുഖം കിട്ടണം. പായസം കുടിച്ചപ്പോൾ ഒരു സുഖമുണ്ട് ഇല്ലേ? വിചാരിച്ചോളൂ. എത്ര പണിയെടുത്തിട്ടുണ്ട്, ചൂട് കൊണ്ട് പാത്രത്തില് അത് ഇത് ക്രിസ്തുമസ്, മറ്റേ അണ്ടിപ്പരിപ്പ്, അത് ഇത് എന്തൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ശർക്കര കുറച്ച് കൂടിയാല്, കുറഞ്ഞാല്, പഞ്ചസാര ആയാല്, പാല് കെട്ടുപോയാല് ഒക്കെ പ്രശ്നം തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് സുഖം. ഇപ്പൊ സുഖമായി. എത്ര സുഖമായി? നാവിന്റെ ഒരു 1.25 സെന്റിമീറ്റർ 1.5 സെന്റിമീറ്റർ നീങ്ങിപ്പോണവരെ സുഖമായി. അത്രയും അത് ഇത്രയും കഷ്ടപ്പെട്ടിട്ട്. ദുഃഖേന സുഖമശ്നുതേ. ഇവിടെയോ സുഖേന സുഖമശ്നുതേ, സുഖമായിട്ട് സുഖം നേടുന്നു. ആ പ്രയോഗം തന്നെ നോക്കും ഭഗവാന്റെ. ഇതൊക്കെ പറഞ്ഞു തന്നിട്ടും നമ്മൾ വേറെ പലതിൽ പെട്ടുപോകുന്നല്ലോ. എന്തൊരു കഷ്ടാന്ന് ആലോചിച്ചോ. കുറ്റം മുഴുവൻ വല്യമ്മയ്ക്ക് കിടക്കട്ടെ. വല്യമ്മ ഒന്നും പറഞ്ഞിട്ടില്ല. വല്യമ്മയ്ക്ക് 2 ഭാവമുണ്ട്. വിദ്യാരൂപിണിയും വല്യമ്മയാണ്, അവിദ്യാരൂപിണിയും വല്യമ്മയാണ്. നിങ്ങൾ മറ്റുള്ള കയറി പിടിക്കണേന്ന് എവളെന്ത് പഠിച്ചു എന്നൊരു കുറ്റം വല്യമ്മയ്ക്ക് കൊടുക്കുക. എന്തൊരു കഷ്ടം. എല്ലാവർക്കും കുറ്റം പറയാനുള്ള ആളാണ് വല്യമ്മ. വല്യമ്മേനെ മറ്റേ ഭാവം എന്താ നോക്കാത്ത? ബ്രഹ്മരൂപിണിയും അവള് തന്നെ, അവിദ്യാരൂപിണിയും അവള് തന്നെ. അവിദ്യാരൂപിണിയെ കയറി പിടിച്ചു, എന്നിട്ട് കുറ്റം. എന്തൊരു കഷ്ടമാലോചിച്ചോ. ഓ, ഈ ജാതി സാധനങ്ങള്. അപ്പോ ശരി, സന്തോഷം. ഇന്ത്യൻ
ആ താം അധികച്ഛതി. അതുണ്ടല്ലോ, ആണല്ലോ, അതാണല്ലോ ബ്രഹ്മ ആത്മസംസ്ഥം മനഃകൃത്വ ബ്രഹ്മസംസ്പർശം മത് സംസ്ഥം ഒക്കെ ഒന്ന് തന്നെയാണ്. ആത്മായവ ബ്രഹ്മ ബ്രഹ്മയവ ഈശ്വര, മുഴുവൻ ഈ അധ്യായത്തിൽ വന്നു. ശരി. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.